ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഐ ഷാഡോ കൊണ്ട് എങ്ങനെയാണ് കണ്ണൊന്ന് കുറച്ച് വിടർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്നൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ആ, ആ, ഇത് ആ, വേറെ ഒന്നും വേണ്ട, നമ്മുടെ പ്രായക്കാർക്ക് പറ്റിയ ഒരു കണ്ണിച്ചിരി വിടർന്നിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കണ്ണെഴുതുന്ന രീതിയാണ്. അത് ഐ ഷാഡോ കൊണ്ടാണ്, അല്ലെങ്കിൽ ഐബ്രോ കറുപ്പിക്കത്തില്ലേ പൗഡർ, അതുകൊണ്ടാണ് എഴുതുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ കേജിലുള്ളവർക്ക് ഈ ബാക്കി ഭയങ്കരമായിട്ടൊക്കെ എടുത്ത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ ഒരു സട്ടിലായിട്ട് ഇരിക്കുകയും ചെയ്യും, കണ്ണ് കുറച്ചൊന്ന് വിടർന്നിരിക്കുകയും ചെയ്യും. ആദ്യം തന്നെ ഞാൻ ഐബ്രോസ് ഡാർക്കൻ ചെയ്യുന്ന പൗഡറാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു ആംഗുലാർ ബ്രഷ് എടുക്കുക, ഇതേപോലെ ഒരു പൗഡർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡാർക്ക് ബ്ലാക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ കണ്ണിലേക്ക് എഴുതാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതാദ്യം ഇങ്ങനെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഇനി ഞാൻ എൻ്റെ മാഗ്നിഫൈങ് മിററാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ഈ മൊബൈലിൽ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ താഴെ ഈ താഴെ നമ്മുടെ ഈ പീലിയൊക്കെ നിൽക്കത്തില്ലേ, ആ താഴെന്ന് ഇങ്ങോട്ടൊരു വിങ്ങ് പോലെ കൊടുക്കണം. അപ്പോൾ അതായത് ടച്ച് ചെയ്താൽ മതി, ഇങ്ങനെ വരയ്ക്കണ്ട. വരയ്ക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഇച്ചിരി ഷേക്കിങ് ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തികേടായിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇതിൻ്റെ ബ്രഷ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഒരു ചരിവോടുകൂടി. അപ്പോൾ അത് വെച്ച് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അതായത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ കണ്ണാടിയിലോട്ടും കൂടെയാണ് ഞാൻ നോക്കുന്നത്. അതായത് ഇവിടെ നിന്നൊന്ന് ടച്ച് ചെയ്യുക, കണ്ടല്ലോ, ടച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഒന്ന് മേളിലോട്ട് പോവുക, ഇങ്ങനെ. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടാക്കുക. ഇങ്ങോട്ടാക്കുക. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ചൊന്ന് കറുപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് കാജൽ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലവണ്ണം ഡാർക്കൻ ചെയ്യുക. ഡാർക്കൻ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ചുകൂടെ വിടർന്നിരിക്കും. അത് പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാതെ തന്നെ ഞാൻ ഇതിലാണ് കാണിച്ചു തരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചൊന്ന് നീട്ടുക. ശകലം കൂടെ വീണ്ടും ബ്രഷിൽ ഞാൻ എടുത്തിട്ട് വീണ്ടും ഈ താഴെ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അകത്ത് പതുക്കെ കാജലുണ്ടെങ്കിൽ കാജലിട്ട് എഴുതിയാൽ നന്നായിരിക്കും. കാജലിട്ട് നമുക്ക് വാലെഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് നല്ലതാണ്. ഈ ഒരു ടെക്നിക്ക് ഇങ്ങനെ കണ്ണ് ആദ്യം ഇവിടെ ടച്ച് ചെയ്യുക, കുറച്ച് മേളിലോട്ട് ഇങ്ങനെ പോവുക. കുറച്ചുകൂടെ മേളിലോട്ട് വേണമെങ്കിലും വിങ്ങി വരയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് താഴോട്ടാണ്, ഞാൻ ഈ വശത്ത് കുറച്ചുകൂടെ മേളിലോട്ട് വരച്ച് കാണിക്കാം. വരയ്ക്കുകയല്ല, ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് കണ്ണ് വിടർന്നിരിക്കുകയും ചെയ്യും. എന്നാൽ വലിയ ഒരുമാതിരി അടഞ്ഞ മാതിരി ഇരിക്കില്ല നമുക്ക് കണ്ണ്. കണ്ടോ, ഇപ്പോൾ ഈ രണ്ട് കണ്ണിൻ്റെയും വ്യത്യാസം കണ്ടോ. അറ്റത്തൊരു ശകലം കൊടുത്തതേ ഉള്ളൂ, പക്ഷേ ഈ കണ്ണ് കണ്ടോ, അത് ഒരുമാതിരി ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കും. ഇതിനൊരു ജീവൻ വെച്ചില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ജീവനോട് കൂടി ഇരിക്കും, ഇതൊരു ജീവൻ ഇല്ലാത്ത കണക്കിരിക്കും. പിന്നെ ഈ സൈഡിൽ എങ്ങനെയാണ് കുറച്ചുകൂടെ മേളിലോട്ട് ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഇത്രയും വാലിങ്ങനെ കൊടുക്കണ്ട എങ്കിൽ നിങ്ങൾ അത്രയും കൊടുക്കണ്ട, കുറച്ചൊന്ന് ആക്കിയാൽ മതി കേട്ടോ. ഇനി ഈ വശത്ത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ അറ്റത്തുനിന്നാണ്, ഈ അറ്റത്തുനിന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോയാൽ മതി. ഓക്കെ. എന്നിട്ട് കണ്ണൊന്ന് അടച്ചതിന് ശേഷം കുറച്ചുകൂടെ മേളിലോട്ട്. അവിടെ നിന്ന് ആ ജോയിൻ ചെയ്തതിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കണ്ടോ. ഇത് കുറച്ചുകൂടെ വാലിട്ട് എഴുതി, കുറച്ച് നീളത്തിലെഴുതി, ഇത് കുറച്ച് സട്ടിലായിട്ട് എഴുതി. ഇനി കുറച്ച് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇത് കരി എഴുതിയ പോലെ ഇരിക്കത്തുമില്ല, ഐഷാഡോ പൗഡറും കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ വശം കണ്ടോ, ഈ വശം കണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. ഇതിപ്പോൾ ബ്രൗൺ ഇതാണ്, കാജൽ പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ച് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് അകത്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി വരും. ഇപ്പോൾ ബ്രൗൺ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് എടുത്താലും മതി. ഓക്കെ, ബ്ലാക്ക് എടുത്തിട്ട് എഴുതിയാലും മതി. ബ്രൗൺ ആകുമ്പോൾ നമ്മൾ എഴുതിയെന്ന് അറിയത്തില്ല, മനസ്സിലായോ? എന്നാൽ കുറച്ചൊന്ന് നല്ല വിടർന്ന് കണ്ണിരിക്കുകയും ചെയ്യും. ഉണ്ടോ? അപ്പോൾ ഈ വശം ഇങ്ങനെ എഴുതുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വശമാണ് ഭംഗിയെങ്കിൽ ഈ വശമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വശമാണ് ഭംഗി. ഇത് ഞാൻ കുറച്ച് വാലിട്ട് എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. നമ്മളെ പ്രായത്തിലുള്ള ഒരു വാലിടാനൊക്കെ പഠിക്കും. പക്ഷേ ഇങ്ങനെ എഴുതുമ്പം കണ്ണ് കുറച്ചൊന്ന് വിടർന്നിരിക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും. ഇനി മുകളിലും ഇതേപോലെ ടൈറ്റൻ ചെയ്താൽ മതി. ഈ കാജൽ വെച്ച് മുകളിലൊന്ന് ടൈറ്റൻ ചെയ്താൽ മതി. അതായത് മോൾ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കുക. എന്നിട്ടൊരു മസ്കാര ഇടുകയാണെങ്കിൽ കണ്ണ് നല്ല ഭംഗിക്ക് വിടർന്നിരിക്കും. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, നിങ്ങൾക്ക് കണ്ണൊക്കെ എഴുതണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ എല്ലാവരും കളിയാക്കുമായിരിക്കും, വീട്ടിലുള്ളവരമ്മയ്ക്ക് ഈ പ്രായത്തിൽ എന്തിന് കണ്ണെഴുതുന്നതെന്നൊക്കെ ചോദിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നമ്മുടെ ഭംഗിക്ക് നമ്മൾ മുഖം എത്ര പ്രസൻറ്റബിളായി വെക്കാമോ അത്രയും പ്രസൻറ്റബിളായി വയ്ക്കുക. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന അല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ചൊന്നും ഒരുങ്ങുന്നതല്ലേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ണ് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ കണ്ണിൽ കുറച്ചുകൂടെ ഞാൻ വാലിട്ട് എഴുതി, ഈ കണ്ണിൽ കുറച്ചുകൂടെ ഒതുക്കി എഴുതി, അത്രയാണ് വ്യത്യാസം വന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് കരി ഇല്ലാതെ എഴുതിയ, ഇതാകുമ്പോൾ ഇത് പോകത്തില്ല. കരിയാണെങ്കിൽ നമുക്ക് പടരും കുറേ കഴിയുമ്പോൾ, ഇത് പടരത്തില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിങ്ങനെ തന്നെ നിൽക്കും. അതാണ് ഈ പൗഡറിൻ്റെ ഒരു ഇത്, പടരാതിരിക്കാൻ അത് നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ണിന് നല്ല ഭംഗി വരും. എന്നിട്ട് മസ്കാരയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇത് കളർലെസ് മസ്കാരയാണ്. പക്ഷേ ഇതിൽ ഞാൻ എഴുതുന്നതുകൊണ്ടൊക്കെ കറുപ്പായി, പിള്ളേരുമൊക്കെ എഴുതിയതുകൊണ്ടാണ് അതിൽ കറുപ്പ് വന്നത്. പക്ഷേ ഇത് കറുപ്പല്ല, മസ്കാര കളർലെസ് ആണ്. അപ്പോൾ ഇതേപോലൊരു മസ്കാര വാങ്ങിച്ച് വെച്ചിരുന്ന, ഇത് ഏതിൻ്റെയാണെന്ന് വെച്ചാൽ എൽഫിൻ്റെയാണ്. വലിയ കാശൊന്നും ആകത്തില്ലേ. എൽഫിൻ്റെ മസ്കാര, കളർലെസ് മസ്കാര പലതിൻ്റെയും ഉണ്ട്. അത് ഏതെങ്കിലും വാങ്ങിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കൺപീലിയും നല്ല വിടർത്തി വെക്കാൻ പറ്റും. കൺപീലിയും കൂടെ വിടരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ണ് കാണാനായിട്ട്. ഞാൻ മസ്കാര എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്കത് നല്ല ഫ്ലോ ആയിട്ട് കയ്യിൽ വരത്തില്ല. വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര താമസിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ വശത്തൂടെ എഴുതാം. കണ്ടോ, ഈ വശം എഴുതിയതിനേക്കാളും ഭംഗി ഈ വശം എഴുതിയാനാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് ഇതിങ്ങനെ എഴുതിയതിന് ശേഷം അവിടെ നിന്ന് മേൽഭാഗത്ത് ഈ പോളയിലോട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് പതുക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് മേൽഭാഗത്തെ പോളയിലോട്ട് ജോയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാജൽ പെൻസിൽ വെച്ചൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ അതൊക്കെ തെറ്റിയാൽ പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ പ്രായത്തിൽ കണ്ണിന് ചുറ്റും കറുപ്പാണ്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് വല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ, സീ യു ഓൾ. ഇനി നല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാമേ.